ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം 2023 ഇവിടെ അവസാനിക്കുകയായി. ഓൾമോസ്റ്റ് ഇനി 2-3 ദിവസം കൂടി ബാക്കിയുള്ളൂ 2023 അവസാനിക്കാൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഞാൻ ഹാപ്പി ന്യൂ ഇയർ വിഷസ് നൽകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ 2023 എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും മികച്ച ഫോൺ ഏതാണെന്നും കൂടിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2023 എനിക്ക് തോന്നുന്നു ഒരുപാട് ഫോൺസ് ഇറങ്ങിയായിരുന്നു, കുറേ നല്ല ഫോൺസ് ഇറങ്ങിയായിരുന്നു. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ റെഡ്മി നോട്ട് 12 സീരീസ് വെച്ച് ഇറങ്ങി, അത് കഴിഞ്ഞ് ഐക്യു ഇറങ്ങി, ഷോമീൻ്റെ 13 Pro ഇറങ്ങി, OnePlus ഇറങ്ങി, സാംസങ്ങിൻ്റെ S23 സീരീസ് ഇറങ്ങി. അങ്ങനെ ഒട്ടുമിക്ക സെഗ്മെൻറ്റിലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിലാണെങ്കിലും ഇത്തവണത്തെ ഈ വർഷത്തെ ഫോൺസ് എല്ലാം തന്നെ കൂടുതൽ 5G ഫോക്കസ്ഡ് ആയിരുന്നു. എന്നാൽ കുറച്ച് ഫോൺസ് 4G ഇറങ്ങിയായിരുന്നു. കാരണം പ്രൈസ് കൂടുന്നുണ്ട് 5G ഫോൺസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 4G ഫോൺസും കുറേ ബ്രാൻഡ്സ് ഇറക്കിയായിരുന്നു. നമ്മൾ കാണാൻ സാധിച്ച ഒരു കാര്യം, പ്രൈസ് ഇനീഷ്യലി ഭയങ്കര കൂടുതലായിരുന്നെങ്കിലും, അതായത് 2022 പകുതി മുതൽ 2023 ഫസ്റ്റ് ഹാഫ് വരെ പ്രൈസ് കുറച്ച് നല്ലോണം കൂടി ഫോൺസിൻ്റെ. കാരണം ആ കോവിഡ് ശേഷമുള്ള ഒരു കാലയളവിൽ പ്രൈസസ് എല്ലാം തന്നെ കൂടിയുണ്ടായി. പക്ഷേ 2023 സെക്കൻഡ് ഹാഫ് കുറേയും കൂടെ റിലേറ്റീവ്ലി കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിങ് ആയിട്ടാണ് വന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഐക്യു 12 നമുക്കറിയാം 49,999 രൂപയ്ക്കാണ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ഡിവൈസ് വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും തന്നെ നമ്മൾ ആ ഒരു അട്രാക്റ്റീവ് പ്രൈസിങ്ങിലേക്ക് വരികയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈവൻ റെഡ്മി 12ൻ്റെ പ്രൈസിങ്ങും വളരെ നല്ലതായിരുന്നു. അപ്പോൾ 5G ഡിവൈസിലേക്ക് വീണ്ടും ഫോക്കസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് 2023 വിശേഷങ്ങൾ. അപ്പോൾ 2023 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ഫോൺ ഏതാണ്? അതാണ് OnePlusൻ്റെ OnePlus Open. ഞാൻ ഈ ഡിവൈസ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് മോർ ദാൻ എ മന്തായി. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ചെയ്യാമായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഡിവൈസ് കിട്ടാൻ കുറച്ച് ലേറ്റായി. ഒക്ടോബർ 21 എന്തോ ആണ് ഇത് ഇന്ത്യയിൽ ഇറങ്ങിയെങ്കിലും നമുക്ക് കിട്ടിയത് നവംബറിൽ എന്തോ ആണ് ഡിവൈസ് കിട്ടിയത്. അപ്പോൾ എനിക്ക് അതിൻ്റെ അൺബോക്സിങ് ചെയ്യാൻ സാധിച്ചില്ല. അൺബോക്സിങ്ങിൽ കാര്യമായൊന്നുമില്ല. ഇത് വലിയൊരു ബോക്സാണ്. ഇതിനകത്തൊരു 80 watt അഡാപ്റ്ററും അതേപോലെ തന്നെ നമുക്കൊരു ചാർജിങ് കേബിളാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്കൊരു കേസ് കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇതല്ലേ ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസ്. ഞാനത് കേസ് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ടിപ്പിക്കൽ റിവ്യൂ അല്ല അവിടെ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈസിൽ എനിക്ക് തോന്നിയ നല്ല കാര്യങ്ങളും അതേപോലെ ഇതിന് ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയാസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് വില 1,39,999 രൂപയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇതൊരു വാല്യൂ ഫോർ മണി ഡിവൈസോ അങ്ങനത്തെ ഒരു ഡിവൈസ് അല്ല. പക്ഷേ ഫോൾഡബിൾസ് എന്നുള്ള സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു OnePlus നല്ല ഒരു ഓഫറിംഗ് ആണ് തന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫോൾഡബിൾ സെഗ്മെൻറ്റ് നമുക്കറിയാം സാംസങ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ലീഡർ. ഞാൻ ഈ വർഷം ടെസ്റ്റ് ചെയ്ത് വേറെ 2 ഫോൾഡബിളാണ്. വിവോൻ്റെ ഫോൾഡബിൾ ഞാൻ ടെസ്റ്റ് ചെയ്യേണ്ടായി, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ടായി. അതേപോലെ തന്നെ ഷവമി മിക്സ് ഫോൾഡ് 3 ഞാൻ ചെയ്യേണ്ടായി. ആ 2 ഫോൾഡബിൾ എനിക്ക് കാണാൻ സാധിച്ചു സാംസങ്ങിൻ്റെ ഫോൾഡിനേക്കാളും ബെറ്റർ ആയത് എന്താണെന്ന് വെച്ചാൽ വളരെ സ്ലിം ഫോം ഫാക്ടറാണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ ക്രീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഡിസ്പ്ലേ തുറക്കുമ്പോൾ ആ ഉള്ളിലുള്ള ഒരു ക്രീസ് ഉണ്ടല്ലോ, അതും വളരെ കുറവായിരുന്നു വിവോനും ഷവമിക്ക്. പക്ഷേ സാംസങ്ങിൻ്റെ ഫോൺ ആ ക്രീസ് ഭയങ്കര ഒരു ക്രീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചുളുക്കമുണ്ടല്ലോ, ഫോൾഡിങ് ഡിസ്പ്ലേൻ്റെ ചുളുക്ക്, ആ ഒരു ഇത് എന്താ പറയുക ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് സാംസങ് തോന്നി. സാംസങ് ഇപ്പോഴും തന്നെ ഫോൾഡബിൾ ഡിവൈസിൽ അത്ര ഇന്നോവേഷൻ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ സാംസങ് മാത്രമേ ഉള്ളൂ എനിക്കൊന്ന് വേൾഡ് വൈഡ് ഫോൾഡ് സെല്ല് ചെയ്യണം. ഇപ്പോൾ ഷവമി ആണെങ്കിലും വിവോ ആണെങ്കിലും ഓവോ ആണെങ്കിലും ഓപ്പോ ആണെങ്കിലും ഒക്കെ എന്താ ചൈന മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മാർക്കറ്റ്സിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനൊരു വ്യത്യാസം വരുത്തിയതാണ് OnePlusൻ്റെ ഫോൾഡ്. OnePlus ഫോൾഡ്, അതായത് OnePlus ഓപ്പൺ എന്നതിൻ്റെ പേര്. OnePlus ഓപ്പൺ ഗ്ലോബലി അവൈലബിൾ ആയ ഒരു ഡിവൈസാണ്. അതുമാത്രമല്ല ഇത് ചില മാർക്കറ്റിൽ ഓപ്പോൻ്റെ 5 സീരീസ് ആയിട്ടാണ് വന്നത്. അപ്പം ഓപ്പോ മാനുഫാക്ചർ ചെയ്തൊരു ഡിവൈസാണ്, അതിൽ സംശയമില്ല. പക്ഷേ ചില മാർക്കറ്റ്സിൽ അത് OnePlus ഓപ്പണും, മറ്റേ മാർക്കറ്റ്സിൽ ഇപ്പോൾ ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഓപ്പോ ആണ് ഇറക്കിയത്, US-ഉം ഇന്ത്യ അങ്ങനത്തെ മാർക്കറ്റ്സിലൊക്കെ OnePlus ആണ് ഇറക്കിയത്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിറക്കിയ ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതുമാത്രമല്ല ഈ ഫോൾഡബിൾ എന്തുകൊണ്ടാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയതും കൂടി ഞാൻ പറയാം. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ റിവ്യൂ അല്ല, എന്നാലും നമ്മൾ ഒരു റിവ്യൂ പോലെയൊക്കെ ചെയ്യാം. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഡിസൈനാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഏതൊരു ഫോൾഡബിൾ, നമ്മൾ കണ്ട ഫോൾഡബിളിലൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ വെയിറ്റ്, തിക്നെസ്, ഇതൊക്കെയാണ് പ്രോബ്ലം. ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയ ഫോൾഡബിൾ ടെക്നോൻ്റെ ഉണ്ടായിരുന്നു, അതേപോലെ മോട്ടോറോള ഫ്ലിപ്പ് ഇറക്കിയായിരുന്നു, ടെക്നോ ഫ്ലിപ്പ് ഇറക്കി, ഓപ്പോ ഫ്ലിപ്പ് ഇറക്കി,
പിന്നെ സാംസങ് Z Fold 5 ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫോം ഫാക്ടർ ഭയങ്കര ഹെവിയാണ്, ബിഗ് ഡിവൈസാണ്, അതേപോലെ തന്നെ വളരെ തിക്കാണ്, ഹെവിയാണ്. ഇൻഫാക്ട് സാംസങ്ങിന് എനിക്ക് തോന്നുന്നു 250 ഗ്രാം എന്തോണ് വെയിറ്റ്. പക്ഷേ ഇവിടെ നമുക്ക് 239 ഗ്രാംസ്, ഓൾമോസ്റ്റ് ക്ലോസ് ടു 20 ഗ്രാംസ് കുറവാണ്. ഈ 20 ഗ്രാംസ് വലിയൊരു ഡിഫറൻസ് വരുത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഈ യൂസേജിൽ ഡെഫിനറ്റ്ലി വരുത്തും. പിന്നെ കുറേ കൂടെ സ്ലിമ്മറാണ്. സാംസങ് ഫോൾഡിനേക്കാളൊക്കെ എനിക്ക് കുറച്ചുകൂടെ സ്ലിമ്മറായിട്ട് എനിക്ക് തോന്നി യൂസ് ചെയ്തപ്പോൾ. ഇൻഫാക്റ്റ് ഇതിലും സ്ലിമ്മാണ് കേട്ടോ ഷവമീൻ്റെ മിക്സ് ഫോൾഡ് എനിക്ക് തോന്നിയത് യൂസേജിൽ കേട്ടോ. ടെക്നിക്കലി എനിക്ക് എത്ര ഓർമ്മയില്ല എത്രയാണ് സൈസ്, എന്നാലും യൂസേജിൽ എനിക്ക് കുറച്ചും കൂടെ സ്ലിമ്മായി തോന്നി. ഈവൻ വിവോൻ്റെ ഫോൾഡബിളും നല്ലതായിരുന്നു, പക്ഷേ അതൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഗ്ലാസ് ഫിനിഷാണ് വരുന്നത്. ഇതാണ് OnePlus ഓപ്പൺ. ഇവിടെ കണ്ടില്ലേ നമുക്കൊരു വലിയൊരു ക്യാമറ യൂണിറ്റ് ആണ്, പക്ഷേ അത് എനിക്ക് വലിയ പ്രോബ്ലമായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ പൊതുവെ ഇങ്ങനെയല്ലേ ഫോൺ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത്ര ഒരു തിക്നെസ് തോന്നിയില്ല. പിന്നെ ഇവിടെ നമുക്ക് നല്ലൊരു മെറ്റൽ ഫിനിഷാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേൻ്റെ ഇവിടെയൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അലുമിനിയം അലോയാണ്. അതേപോലെ ഇവിടെ നമുക്ക് പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ട് വരുന്നത്. ഇവിടെ വോളിയം റോക്കർ കീസാണ്. ഇവിടെ അലേർട്ട് സ്ലൈഡർ ഉണ്ട്, സ്പീക്കർ യൂണിറ്റ് താഴെയും മേളിലും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സിം ട്രേ, ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ട്, USB Type-C പോർട്ടാണ് വരുന്നത്. പിന്നെ ആൻറ്റിന ബാൻഡ്സ് കാണാം, അവിടെ കണ്ടില്ല ആൻറ്റിന ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.31 ഇഞ്ചസ് ആണ് വരുന്നത്. ഇതൊരു 2K ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് 91.8 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. അതേപോലെ തന്നെ ഇത് LTPO പാനലാണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതിനൊപ്പം തന്നെ ഇത് sRGB DCI-P3 കളർ ഗ്യാമത്ത് അങ്ങനെ എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഹൈ ബ്രൈറ്റ്നസ് ആണ്. പീക്ക് ബ്രൈറ്റ്നസ് അറൗണ്ട് 2800 nits ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ ആണ്. ഇവൻ ബെസൽസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതാണ് കവർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഈ കവർ ഡിസ്പ്ലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ യൂസബിളായ ഒരു കവർ ഡിസ്പ്ലേ ആണ്. നമ്മൾ ചില ഫോൺസിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വരുമ്പോൾ കവർ ഡിസ്പ്ലേ അത്രയ്ക്ക് യൂസബിൾ ആവുന്നില്ല. ഇവിടെ നമുക്ക് വളരെ യൂസബിളായ ഒരു കവർ ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ മെയിൻ ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേക്കും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇത് ആക്ച്വലി 7.82 ഇഞ്ചാണ് വരുന്നത്. വീണ്ടും തന്നെ 120 Hz എല്ലാ മെയിൻ ഡിസ്പ്ലേൻ്റെ അതേപോലെ തന്നെയാണ് വരുന്നത്. കവർ ഡിസ്പ്ലേനെ പോലെ തന്നെയാണ് എല്ലാ ആസ്പെക്ട്സും വരുന്നത്. HDR10+, 2K ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ്, LTPO പാനലാണ്, LTPO 3.0 പാനലാണ്. അഗെയിൻ 2800 പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. DCI-P3, sRGB വാല്യൂ 97%, NTSC കളർ ഗ്യാമത്ത് എല്ലാം തന്നെ വരുന്നത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേൻ്റെ ഒരു വേറെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ക്രീസ് കണ്ടോ, കാര്യമായൊരു ക്രീസ് ഇല്ലാതെ കണ്ടില്ല. ഇവിടെ കണ്ടില്ലേ മടക്കണ ആ ഏരിയ നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യത്തില്ല. സാംസങ്ങിൻ്റെ ഫോൾഡിൽ എനിക്ക് തോന്നിയൊരു പ്രോബ്ലം ഇത് ആക്ച്വലി ഫീൽ ചെയ്യും. ഇവിടെ നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 1 മാസത്തിലേറെ യൂസ് ചെയ്തിട്ടും എനിക്ക് ആ ഒരു ക്രീസ് അത്ര ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ഒരു 3-4 ടൈംസ് ഡൽഹിയിൽ ഇവൻറ്റ്സിനൊക്കെ പോയപ്പോൾ, ഇൻഫാക്റ്റ് ഈ അടുത്ത് കുറേ ഇവൻറ്റ്സ് വന്നായിരുന്നു, അതിനൊക്കെ പോയപ്പോൾ ഫ്ലൈറ്റിൽ സിനിമ കാണാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഇതായിരുന്നു. കാരണം ഇത് എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. സൗണ്ട് ക്വാളിറ്റി ആണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ ആണ്. എനിക്ക് വേറെ ടാബ്ലറ്റോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ക്യാരി ചെയ്യേണ്ട, ഇത് വെറും പോക്കറ്റിലിട്ട് കൊണ്ടുപോകാം. അത് മാത്രമല്ല എനിക്ക് മൂവീസൊക്കെ ഫ്ലൈറ്റിൽ വാച്ച് ചെയ്യാൻ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഡിസ്പ്ലേ എനിക്ക് പെർട്ടിക്കുലർലി ഇഷ്ടപ്പെട്ടു. LTPO പാനലാണ്, എല്ലാ കാര്യങ്ങളും ഒരു കോംപ്രമൈസും ഇല്ല. ഫ്രണ്ടിലെ ഡിസ്പ്ലേ ആണെങ്കിലും മെയിൻ ഡിസ്പ്ലേ ആണെങ്കിലും ഒരു കോംപ്രമൈസും OnePlus കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു നല്ല ആസ്പെക്റ്റ്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് OnePlus ഓപ്പൺ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസ്പ്ലേ ആണ്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകണമെങ്കിൽ OnePlus ഓപ്പണിൽ വരുന്നത് OnePlusൻ്റെ Oxygen OS 13 ആണ്. ഒപ്റ്റിമൈസ് ഫോർ ഫോൾഡബിൾസ് എന്നാണ് OnePlus പറയുന്നത്. പക്ഷേ Android 14 ഇല്ല എന്നുള്ള വേണമെങ്കിൽ ഒരു കോംപ്രമൈസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം OnePlus ഓപ്പൺ ഇറങ്ങുമ്പോൾ അത്രയ്ക്ക് ഒരു ഇതായിട്ടില്ലായിരുന്നു 14. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു OnePlusൻ്റെ ഒട്ടുമിക്ക ഫോൺസും അവർ അപ്ഡേറ്റഡ് ആയി ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ്. ഇത് മാത്രമേ പെൻഡിങ് ഉള്ളൂ. ഇൻഫാക്ട് OnePlus 11, OnePlus 11R, OnePlus 10, 10 Pro, 10T ഇതെല്ലാം തന്നെ Android 14 അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ പെൻഡിങ്. അപ്പോൾ അതെനിക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കണ്ടില്ലേ സെറ്റിംഗ്സ് പാനൽ എടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ ഡ്യുവൽ പാനലാണ് വരുന്നത്. നമുക്ക് എല്ലാവരും ഫോൾഡബിളിൽ വരുന്ന മാതിരി ഡ്യുവൽ പാനലാണ്. അപ്പോൾ മെയിൻ സ്ക്രീനിൽ കണ്ട് സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട്, ഫ്ലെക്സിബിൾ വിൻഡോസ്, അതേപോലെ സ്ക്രീൻ സ്വിച്ചിങ്, കണ്ടിന്യൂ യൂസിങ് ദ ആപ്പ് ഓൺ കവർ സ്ക്രീൻ വൺസ് യു ഫോൾഡ് ദി ഫോൺ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് മെയിൻ സ്ക്രീനിൽ കാണാം, അതായത് ഫ്രണ്ട് കവർ ഡിസ്പ്ലേയിൽ കാണാം. അതേപോലെ ഡ്യുവൽ വിൻഡോസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് റെഗുലർ വരുന്ന ഹോം സ്ക്രീൻ, ലോക്ക് സ്ക്രീന്, അതേപോലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ്, പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ ക്വിക്ക് റിട്ടേൺ, സ്മാർട്ട് സൈഡ് ബാർ, അതേപോലെ നമുക്ക് വരുന്നത്
തീം സപ്പോർട്ട് ഉണ്ട്, അങ്ങനെ അഡീഷണൽ സെറ്റിംഗ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ്, സെൻഡ് സ്പേസ്, കിഡ് സ്പേസ്, ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൾട്ടി ടാസ്കിങ് ഓപ്ഷനാണ്. ഫോർ എക്സാമ്പിൾ ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, അതായത് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുക. ഞാൻ സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്യാം. ഇവിടെ അങ്ങനെ 2 സ്ക്രീൻ കൊണ്ട് ഞാൻ സ്വൈപ്പ് ചെയ്താൽ മതി, കണ്ടില്ലേ? അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഞാൻ വേറൊരു ആപ്പ് ഓപ്പൺ ചെയ്തു. ഫോർ എക്സാമ്പിൾ ട്വിറ്റർ ആപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ട്വിറ്ററിൽ എനിക്ക് ഇവിടെ കാണാം, എന്താ പറയുക, ട്വിറ്റർ കാണാം. ഇനി എനിക്കൊരു ആപ്പും കൂടെ ഓപ്പൺ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്യും. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഞാൻ ഇവിടുന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്കിവിടെ 3ാമത്തെ ആപ്പായിട്ട് ഇടാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് 4 ഫിംഗേഴ്സ് വെച്ചത് കണ്ടില്ലേ, എനിക്കിവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതേപോലെ എനിക്ക് ഇങ്ങനെയും ചെയ്യാം. മൾട്ടി ടാസ്കിങ് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അത് മാത്രമല്ല ഇവിടെ കണ്ടോ നിങ്ങൾ, ആ 3 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇനി വേറൊരു സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് അതിലേക്ക് വരാൻ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ആ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് റീസെൻറ്റ്സ് ഫോൾഡർ ഉണ്ട്, അതായത് റീസെൻ്റ് എടുത്ത ഫോട്ടോസ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ കാണാം. പിന്നെ അതിനകത്ത് ആപ്പ് ഡ്രോവർ ആണെങ്കിലും വളരെ ഒരു നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്, സ്ക്രീനിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിലാണ് ആപ്പ് ഡ്രോവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ എനിക്ക് ഈ ഡിസ്പ്ലേ എക്സ്പീരിയൻസ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കുറേ ഫീച്ചേഴ്സ് എന്താ പറയുക ഫോൾഡബിൾസിനായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ആൻഡ്രോയിഡ് 14 പ്രോബബ്ലി ഉടൻ തന്നെ വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ പെർഫോമൻസ് നമുക്കറിയാമല്ലോ, സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്പാണ്. അപ് ടു 16 gigs ഓഫ് റാം ആണ് വരുന്നത്. 16 gigs 512 GB സ്റ്റോറേജുമാണ് വരുന്നത്. ഒരേ ഒരു വേരിയൻ്റേ ഉള്ളൂ, അതാണ് 1,39,999 വരുന്നത്. അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ ഈവൻ ഗെയിമേഴ്സിനും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. സോളിഡ് പെർഫോമൻസ് ആട്ടോ, ഒരു ലാഗോ ഒരു ഹിക്കപ്സോ അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ കുറേ ആപ്സും ഇതെല്ലാം റൺ ചെയ്താലും എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസും തോന്നിയില്ല. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ടോപ്പ് നോച്ച് ഹാർഡ്വെയർ ആണ്. LPDDR 5X റാമും UFS 4.0 അങ്ങനെ എല്ലാം തന്നെ ടോപ്പ് ഓഫ് ദ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല ആസ് സച്ച്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ OnePlus നല്ലൊരു ഒപ്റ്റിമൈസേഷൻ തന്നിട്ടുണ്ടെന്നാണ് ഡെഫിനറ്റ്ലി നമുക്ക് OnePlus ഓപ്പണിൻ്റെ കാര്യം പറയാം. പിന്നെ ഇതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടും വളരെ മികച്ചതാണ്. നല്ലൊരു സ്പീക്കർ ക്വാളിറ്റിയാണ് ഇവർ വരുന്നത്. പിന്നെ എന്താ പറയുക 5G സപ്പോർട്ടും. ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ജിയോയും എയർടെലുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് എനിക്ക് കുറച്ചൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. എന്താ വെച്ചാൽ ഇഷ്യൂ എന്ന് പറയുന്നില്ല, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഫാസ്റ്റാണ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, വളരെ ഫാസ്റ്റാണ്. പക്ഷേ ഞാനിങ്ങനെ ഫോൺ പിടിക്കുമ്പോൾ പലപ്പോഴും ഫിംഗർ പ്രിൻറ്റിൽ തട്ടുന്നുണ്ട്. കാരണം ചെറിയൊരു ഫോം ഫാക്ടർ ആയതുകൊണ്ട് പലപ്പോഴും ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇങ്ങനെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്കൊരു പ്രോബ്ലമായി തോന്നിയത്. എഗെയിൻ ഇതൊരു മേജർ ഇഷ്യൂ ഒന്നും അല്ല കേട്ടോ, എനിക്കത് എൻ്റെ ഒരു യൂസേജിനനുസരിച്ച് അത് തോന്നിയത് മാത്രം. അതിനൊപ്പം തന്നെ നല്ല ഹാപ്റ്റിക്സ് ആണ് വരുന്നത്, നല്ല ഹാപ്റ്റിക് എക്സ്പീരിയൻസ് ആണ്. പൊതുവെ OnePlusൻ്റെ ഹാപ്റ്റിക്സ് ഫീഡ്ബാക്ക് നല്ലതാണ്, അത് ഇതിലും ക്യാരി ഫോർവേഡ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ കോൾ ക്വാളിറ്റി ഒക്കെ വളരെ നല്ലതാണ്, സ്പീക്കർ ഔട്ട്പുട്ടും നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. പിന്നെ ക്യാമറാസിലിടുവാം, ഇവിടെയും OnePlus ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രൈമറി 48 മെഗാപിക്സൽ സോണി LYT T808 ആണ്. പിക്സൽ സ്റ്റാക്ഡ് CMOS സെൻസറാണ്. എഗെയിൻ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി ഒരു 48 മെഗാപിക്സൽ സോണി 581 ആണെന്ന് എനിക്ക് തോന്നുന്നു, 581 സെൻസറാണ് അൾട്രാ വൈഡിന്. പിന്നെ ഒരു 64 മെഗാപിക്സൽ ഓംനിവിഷൻ സെൻസറാണ്, അത് 3x ഓപ്റ്റിക്കൽ സൂമും അപ് ടു 6x ഇൻ സെൻസർ സൂം ഉണ്ട്, അതായത് ലോസ്ലെസ് സൂം വേണമെങ്കിൽ പറയാം. അപ്പോൾ 6xലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അപ് ടു 100x സൂമും ഉണ്ട്, അത് മേ ബി അത്ര യൂസ്ഫുൾ അല്ല എങ്കിലും ഇത്രയാണ് ഇതിൻ്റെ ക്യാമറ. പിന്നെ 2 ക്യാമറാസാണ് കൊടുത്തിരിക്കുന്നത് സെൽഫീസിന്. നമുക്ക് ഇവിടെ ഒരു 20 മെഗാപിക്സൽ ക്യാമറയും പുറത്ത് ഒരു 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ ക്യാമറ സാമ്പിൾസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമർ എന്ന് വേണമെങ്കിൽ പറയാം, നല്ല ഒരു പെർഫോമറാണ്. ഒരു ക്യാമറ വാവ് ഫാക്ടറോ അല്ലെങ്കിൽ ദ ബെസ്റ്റ് ക്യാമറ എന്നൊന്നും പറയാനില്ല, എന്നാൽ പോലും ക്യാമറ എക്സ്പീരിയൻസ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. പോർട്രേറ്റ്സ് ആണെങ്കിലും സെൽഫീസ് ആണെങ്കിലും ഡേ ലൈറ്റും ലോ ലൈറ്റ് എക്സ്പീരിയൻസ് എല്ലാം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പിന്നെ 4K റെക്കോർഡിങ്ങും ഇൻക്ലൂഡറാണ്, സെൽഫിക്കും 4K റെക്കോർഡിങ് ഇൻക്ലൂഡറാണ്. അപ്പോൾ അതും നല്ല ഒരു ഫീച്ചറാണ്. കാരണം പൊതുവേ പല ഫോണിലും ഇല്ലാത്തതാണല്ലോ 4K റെക്കോർഡിങ് സെൽഫി ക്യാമറയ്ക്ക്. ഇവിടെ 4K 30fps സെൽഫി ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഡെഫിനറ്റ്ലി നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് പറയാം. അപ്പോൾ ഓവറോൾ എനിക്ക് ക്യാമറ പെർഫോമൻസ് കൺസിസ്റ്റൻ്റ് ആണ്, ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഓവറോൾ പെർഫോമിംഗ് ക്യാമറ എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് OnePlus ഓപ്പണിനെ കുറിച്ച് പറയാം.
പിന്നെ ബാറ്ററിയിലോട്ട് വരുമ്പോൾ 4805 mAh ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഫോൾഡബിൾ പൊതുവേ 4400 4500 ആ റേഞ്ചിലാണ് വരുന്നത്. ഇൻഫാക്ട് സാംസങ്ങിൻ്റെ ഫോൾഡിന് 4400 mAh കപ്പാസിറ്റി ബാറ്ററി ഉള്ളൂ. ഇവിടെ ഇത്രയും നല്ലൊരു ഫോം ഫാക്ടർ ആണെങ്കിൽ പോലും 4800 mAh കപ്പാസിറ്റി ബാറ്ററി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സാംസങ്ങിൻ്റെ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഫാസ്റ്റ് ചാർജിങ്. ഇവിടെ 67 വാട്ട് സൂപ്പർ വൂക്കാണ്. 80 വാട്ട് ചാർജർ ആണെങ്കിൽ 67 വാട്ട് സൂപ്പർ വൂക്കാണ്. അത് ലെസ് ദാൻ 1 അവറിനകത്ത് ഫുൾ ചാർജ് ആവും. പിന്നെ ബാറ്ററി ലൈഫ്, അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞെട്ടിച്ചത്. നല്ല അടിപൊളി ബാറ്ററി ലൈഫ് ആട്ടോ. ഫോൾഡബിൾ ആണെങ്കിൽ പോലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കാര്യം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഡൽഹിയിലൊക്കെ പോയപ്പോൾ പോലും ബാറ്ററി ലൈഫ് നല്ലതായിട്ട് എനിക്ക് ഡൽഹിക്ക് ഒരു 3-3.25 മണിക്കൂറിൽ യാത്ര വൺ സൈഡ് ഉണ്ട്. അപ്പോൾ അപ്പുറം ഇപ്പുറം തിരിച്ചു വരുമ്പോഴും ഞാൻ മൂവീസ് വാച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ബാറ്ററി ലൈഫ്. ഒരു നമ്മൾ ഈവൻ ഹെവി യൂസേജ് ആണെങ്കിലും ഒരു ദിവസം ഈസിലി ലാസ്റ്റ് ചെയ്യും. എനിക്കൊന്ന് പ്രോബ്ലി 6.5 hours സ്ക്രീൻ ഓൺ ടൈം ഈസിലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എഗെയിൻ ഡിപ്പെൻഡ് അപ്പോൺ ദ യൂസേജ്, നമ്മൾ ഏത് സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കുറച്ച് മാറ്റം വരും. എന്നാൽ പോലും ബാറ്ററി ലൈഫ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് OnePlus Open യൂസ് ചെയ്തതിൽ. പിന്നെ നമുക്ക് ഒരു കേസും കൂടെ വരുന്നുണ്ട്. ഇതാണ് ആക്ച്വൽ കേസ്. ഇതുണ്ടല്ലേ, ബിൽഡ് ക്വാളിറ്റി ഗ്ലാസ് ആണ് കേട്ടോ. 2 കളറിലാണ് അവൈലബിൾ. അതൊരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളറാണ്. ഈ ഗ്രീൻ കളറിനാണ് ഈ കേസ് വരുന്നത്. കണ്ടില്ലേ, ഇത് കേസ് നല്ലൊരു സ്റ്റൈലിഷ് കേസാണ്. ഇത് ബോക്സിനകത്ത് തന്നെ വരുന്ന ഒരു കേസ്. അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേയിലും ഒരു കേസ് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, കേസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് തിക്നെസ് കൂടും. എന്നാൽ പോലും എനിക്ക് കണ്ടില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഓവറോൾ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കേസ് ഉണ്ടാവുകൊണ്ട് തന്നെ ബാക്കിലും ഫ്രണ്ടിലേക്ക് തന്നെ പ്രൊട്ടക്ഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ആ കേസ് കവറപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ഫാസ്റ്റ്നെസ്സും കൂടെ കാണിച്ചിട്ടുണ്ടല്ലേ. ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നി. വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ മടക്കി ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമ്മൾ അറിയാണ്ട് തൊട്ട് പോകും. അത് മാത്രമേ ഉള്ളൂ പ്രോബ്ലം. അല്ലെങ്കിൽ എനിക്ക് വളരെ ഒരു കോമ്പാക്റ്റ് ആയ ഒരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഡിവൈസിൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം പറയാം, വയർലെസ് ചാർജിങ് കൊടുത്തിട്ടില്ല. സാംസങ്ങിൻ്റെ വയർലെസ് ചാർജിങ് ഉണ്ട്. പ്രീമിയം ഫോണാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വയർലെസ് ചാർജിങ് ഒരു പ്രീമിയം ഫീച്ചറായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ IPX4 റേറ്റിംഗേ ഉള്ളൂ. അഗെയിൻ 1,40,000 രൂപ വന്നിട്ട് IP റേറ്റിംഗ് ഇത്രയ്ക്ക് സ്ട്രോങ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ചെറിയ വലിയൊരു പ്രോബ്ലമാറ്റിക് ഇഷ്യൂ അല്ല, നമ്മുടെ ഡെയിലി യൂസേജിൽ വരുന്ന ഒരു ഇഷ്യൂസ് അല്ല. എങ്കിൽ പോലും പ്രീമിയം ഫ്ലാഗ്ഷിപ്പാണ്, അത് കൊടുക്കേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഡിവൈസ് ഓഫ് 2023 OnePlus Open. അപ്പോൾ എഗെയിൻ ഇതൊരു വാല്യൂ ഫോർ മണി ഡിവൈസും നല്ല ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് OnePlusൻ്റെ ഫോൾഡബിൾ സീരീസിൽ. പിന്നെ ഇത് കൂടാണ്ട് എനിക്ക് മറ്റൊരു ഡിവൈസും കൂടെ എടുത്തു പറയാണ്ട് 2023 ഷവോമിൻ്റെ 13 Pro എൻ്റെ ഫേവറേറ്റ് ക്യാമറ സ്മാർട്ട് ഫോണായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഏതൊരു ഫംഗ്ഷന് പോയാലും എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, ആ ഷവോമിൻ്റെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പല ഫോണിൽ നിന്ന് എടുത്തെങ്കിൽ പോലും എല്ലാവർക്കും എന്തുകൊണ്ടും അറിയില്ല ഈ ഫോണിലെ ഫോട്ടോസ് വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ പോർട്രേറ്റ്സ്, ലൈക്ക പോർട്രേറ്റ്സ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏതെങ്കിലും പരിപാടിയിലേക്കൊക്കെ ഫാമിലി ഫംഗ്ഷൻസൊക്കെ ചെല്ലുമ്പോൾ ആദ്യം എന്നെ അടുത്ത് വിളിച്ച് പറയും, നിർമ്മല ആ ഫോൺ ഷവോമിൻ്റെ ഫോൺ കൊണ്ടുവരാൻ മറക്കരുത് എന്ന് പറയും. ഞാൻ വന്നില്ലെങ്കിൽ ആ ഫോൺ കൊടുത്തു വിടണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷവോമി 13 Pro എനിക്കൊരു ഓണറബിൾ മെൻഷനാണ് 2023 എൻ്റെ ഫേവറേറ്റ് ഫോണിൽ. പക്ഷേ എങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാവുന്നത് OnePlus Open ആണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ OnePlus Openൻ്റെ ഒരു എക്സ്പീരിയൻസും എന്തുകൊണ്ടാണ് ഇത് ഫേവറേറ്റ് ഫോൺ ആയതും 2023. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണ് 2023 നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഫോണ്? നിങ്ങൾ യൂസ് ചെയ്താവണം നിർബന്ധമില്ല, എന്നാലും നിങ്ങൾക്ക് തോന്നുന്ന ഏതാണ് മികച്ച ഫോണെന്ന് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.